ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർകുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ജൂലൈ മാസഫലം കന്നിക്കൂറുകാർക്കും കന്നിലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, അത്തം, അതുപോലെ ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്ക് ജൂലൈ മാസം എങ്ങനെയാകും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പം ജൂലൈ മാസത്തെ ഫലത്ത് പറയുന്നതിന് മുമ്പ് ആദ്യം ജൂലൈ മാസത്തിൽ ഈ കന്നിക്കൂറുകാരുടെയും കന്നിലഗ്നക്കാരുടെയും ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശ്യാധിപനും ലഗ്നരാശ്യാധിപനുമായിട്ടുള്ള ബുധൻ 11-ലാണ് സ്ഥിതി ചെയ്യുന്നത്. 11 നിൽക്കുന്ന ആ ബുധൻ ജൂലൈ 18 മുതൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു. സൂര്യനാണെങ്കിൽ 16-ന് കർമ്മസ്ഥാനത്ത് നിന്ന് 11-ലേക്ക് രാശി മാറുന്നു. ചൊവ്വയാണെങ്കിൽ 12-ല് സ്ഥിതി തുടരുന്നു. 28-ന് ആ ചൊവ്വ ജന്മരാശിയിലേക്ക് രാശി മാറുന്നു. ഗുരുവാണെങ്കിൽ 10-ല് സ്ഥിതി തുടരുന്നു. ശുക്രനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് ഭാഗ്യസ്ഥാനാധിപനായിട്ട് സ്ഥിതി ചെയ്യുന്നു. അതുപോലെ 26-ന് ആ ശുക്രൻ കർമ്മസ്ഥാനത്തേക്ക് രാശി മാറുന്നു. ശനി 7-ല് സ്ഥിതിയുണ്ട്. 13 മുതൽ ആ ശനി 7-ല് വക്രത്തിലായിരിക്കും. രാഹു 6-ലുണ്ട്. കേതു 12-ലും സ്ഥിതി തുടരുന്നു. അപ്പോൾ ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് കന്നിക്കൂറുകാരുടെയും കന്നിലഗ്നക്കാരുടെയും ജൂലൈ മാസത്തെ പൊതുവായ ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്നരാശ്യാധിപനായിട്ടുള്ള ബുധൻ 11-ലാണ്. 6-ല് രാഹു ഉണ്ട്. അതുപോലെ 8-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 12-ൽ നിൽക്കുന്നു. വിപരീത രാജയോഗമാണ്. അപ്പോൾ പൊതുവെ നല്ല ഒരു ആരോഗ്യസ്ഥിതി ഈ കുറുകാർക്ക് പ്രതീക്ഷിക്കാം. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കും റിക്കവറി ഉണ്ടാകുന്ന സമയമാണ്. ആശ്വാസം കണ്ടെത്താൻ കഴിയുന്ന സമയമാണ്. 12-ല് കുജനും അതുപോലെ കേതുവുമായിട്ട് സ്ഥിതി വരുന്നുണ്ട്, യോഗം വരുന്നുണ്ട്. അത് നമ്മൾ ഈ യാത്രകളിൽ, ദൂരയാത്രകളിലൊക്കെ ഒരു കെയർ വേണ്ടുന്നതിനെ സൂചിപ്പിക്കുന്നു. അശ്രദ്ധ കൊണ്ടുള്ള വീഴ്ച, ചെറിയ ഇഞ്ചുറി, ഇപ്പം ചിലർക്ക് ഉറക്കക്കുറവ്, അതുപോലെ ഈ ബോഡി എക്സസൈറ്റ് ഹീറ്റ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ചിലർക്ക് BP റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ചിലപ്പോൾ ചിലർക്കുണ്ടായെന്ന് വരാം, പ്രത്യേകിച്ച് അവസാനത്തെ പകുതി. അപ്പോൾ അത്തരക്കാർ ഒരു കെയർ കൊടുത്ത് പോകണം. ഇനി തൊഴിൽസ്ഥിതി ചിന്തിക്കുമ്പോൾ 10-ാം ഭാവാധിപൻ അതുപോലെ ജന്മരാശ്യാധിപനും ഒരേ ഗ്രഹമാണ് ബുധൻ. അപ്പോൾ കർമ്മഭാവാധിപനായിട്ടുള്ള ബുധൻ 11 നിൽക്കുന്നു. അത് ഭാഗ്യസ്ഥാനാധിപനായിട്ടുള്ള ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് ബലവാനായിട്ട് നിൽക്കുന്നു. ക്രമേണ ശുക്രൻ കർമ്മസ്ഥാനത്തേക്ക് രാശി മാറുകയും കൂടെ ചെയ്യുന്നുണ്ട് 26-ന്. അപ്പോൾ തൊഴിൽപരമായിട്ടും ധനപരമായിട്ടും ഗുണാനുഭവങ്ങൾ, നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന മാസമാണ്. പ്രത്യേകിച്ച് തൊഴിലിടത്ത് ഡെഡിക്കേഷൻ, തൊഴിൽ ഒരു മോട്ടിവേഷനൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. കർമ്മസ്ഥാനത്ത് ഗുരു, അതുപോലെ ആദ്യ പകുതി സൂര്യനും ആ കർമ്മസ്ഥാനത്തുണ്ട്. അപ്പോൾ സർവീസിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വർക്കിൽ, അവരുടെ ആ ലക്ഷ്യം, ആ വർക്കിലൊക്കെ ഒരു വിജയം കൈവരിക്കാൻ കഴിയുന്ന സമയമാണ്. പൊതുവെ ആഗ്രഹങ്ങൾ നിവർത്തിക്കും. കാരണം ജന്മരാശ്യാധിപൻ തന്നെ 11-ലാണ് നിൽക്കുന്നത്. അപ്പോൾ പൊതുവെ തൊഴിൽപരമായിട്ടുള്ള ആഗ്രഹങ്ങൾ സാധിക്കാവുന്ന മാസം എന്ന് പറയാം. അവർക്ക് ഈ തൊഴിലിടത്തൊക്കെ ചിലപ്പോൾ ചിലർക്ക് അംഗീകാരം ഒക്കെ കിട്ടുന്നതിന് സാധ്യതയുണ്ട്. അതേസമയം സൂര്യൻ 12-ാം ഭാവാധിപനും കൂടിയാണ്. ഈ 12-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ് 10-ൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ചിലർക്ക് ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ വേണ്ടി വരും. അതുപോലെ 7-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 10-ലായതുകൊണ്ട് ചിലർക്ക് ജീവിത പങ്കാളിക്ക് അവരുടെ തൊഴിലിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്.
അതുപോലെ തൊഴിൽ അന്വേഷിക്കുന്ന ജീവിത പങ്കാളിയാണെങ്കിൽ അവർക്ക് തൊഴിൽ കിട്ടുന്നതിനും സാധ്യതയുള്ള സമയമാണ്. അപ്പം പൊതുവെ ചിലപ്പോൾ ജീവിത പങ്കാളിയുടെ സഹായമൊക്കെ ഈ കൂറുകാരുടെ തൊഴിൽ മുന്നേറ്റത്തിന് അവരുടെ സഹായമൊക്കെ ഉണ്ടാകാവുന്ന മാസമായിട്ടും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ കൂറുകാരുടെ തൊഴിലിൻ്റെ കരിയർ അഡ്വാൻസ്മെൻറ്റിന് ഒരു സഹായം ഈ കൂറുകാരുടെ ജീവിത പങ്കാളി വഴി ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തൊഴിൽ അന്വേഷകർക്ക് പൊതുവെ അനുകൂല സമയമാണ്. വിദേശത്തൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അവസാനത്തെ പകുതിയൊക്കെ ആവുമ്പോൾ ഈ കർമ്മഭാവാധിപനായിട്ടുള്ള ബുധൻ ഈ 11 വക്രത്തിൽ സഞ്ചരിക്കുന്നു. അതുപോലെ 12 ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 11 വരുന്നു. അവിടെ രവിയും ബുധനുമായിട്ടൊക്കെ ഒരു ബന്ധം വരുന്നു. അപ്പം അവിടെ ചിലപ്പോൾ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് തൊഴിലിൽ ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ തൊഴിലിടത്ത് കഴിവതും മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ ഇൻ്ററാക്ട് ചെയ്യുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ വേണം, കൂടുതൽ വിനയമൊക്കെ വേണം, പ്രത്യേകിച്ച് അവസാനത്തെ 2 വാരം. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ്. 7 ഭാവാധിപനായിട്ടുള്ള വേഴഗ്രഹം നേട്ടത്തിൻ്റെ 10ലാണ്. അതുപോലെ ശുക്രനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തുണ്ട്. അപ്പോൾ ബിസിനസ് പ്രവർത്തനങ്ങളൊക്കെ പൊതുവെ കാര്യക്ഷമമാകും. അവർക്ക് ബിസിനസ്സിലൊക്കെ പുരോഗതി ദൃശ്യമാകും. അവരുടെ ദൈനംദിന വരുമാനമൊക്കെ വർദ്ധിക്കും. ലാഭവർധനം ഉണ്ടാകും. 7 ശനിയും 12 നിൽക്കുന്ന ചൊവ്വയും, ചൊവ്വ എന്ന് പറയുന്നത് അഷ്ടമഭാവാധിപനും കൂടിയാണ് 12 നിൽക്കുന്നത്. ചൊവ്വയൊക്കെ 7 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അഷ്ടമഭാവാധിപനായിട്ടുള്ള ചൊവ്വ 7 ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ചിലപ്പോൾ അവിടെ ശനിയും 7 നിൽക്കുന്നു. ആ ശനിയെ അഷ്ടമഭാവാധിപനായിട്ടുള്ള ചൊവ്വ ദൃഷ്ടിയും കൂടെ ചെയ്യുമ്പോൾ ബിസിനസ്സുമായിട്ട് പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ചെറിയ ഭിന്നത, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീരുമാനമൊക്കെ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അവസാനത്തെ ഈ 18 മുതൽ ബുധന് വക്രസ്ഥിതിയും കൂടെ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഒരു കെയർ വേണം. ഇനി നമുക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ 11ലാണ്. അതുപോലെ അവസാനത്തെ പകുതി രവിയും ബുധനും ഒക്കെ 11 യോഗം വരുന്നുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. അവർക്ക് അവരുടെ പഠന ആഗ്രഹങ്ങൾ, പഠന ലക്ഷ്യങ്ങൾ ഒക്കെ സാധിക്കാവുന്ന മാസമായിട്ട് ഈ ജൂലൈ മാസത്തെ കാണാം. പരീക്ഷകളിലൊക്കെ അവർക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും. കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉയർന്ന ലെവല് കരസ്ഥമാക്കാൻ കഴിയും. ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്ക്, അതുപോലെ ഉന്നത പഠനത്തിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഭാഗ്യസ്ഥാനാധിപനായിട്ടുള്ള ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് ബലവാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയായിട്ട് നമുക്ക് പറയാം. വിദേശത്ത് പഠനം നടത്തുന്നവർക്കും ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ പൊതുവേ നമുക്ക് വിദേശത്തൊക്കെ പഠന അവസരങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അതേസമയം 9 ശുക്രൻ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ അതർ ആക്ടിവിറ്റീസിൽ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ആ പ്രവർത്തനങ്ങൾ അവരുടെ പഠനത്തെ ബാധിക്കാതിരിക്കാനുള്ള ഒരു കരുതൽ അവരുടെ ഭാഗത്ത് ഉണ്ടാകണം. ഇനി നമുക്ക് ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ ജന്മരാശാധിപനായിട്ടുള്ള ബുധൻ, ആ ബുധൻ 11ലാണ്, നേട്ടത്തിൻ്റെ സ്ഥാനത്താണ്. ധനസ്ഥാനാധിപനായിട്ടുള്ള ശുക്രൻ ഭാഗ്യസ്ഥാനത്താണ്. ധനകാരകനായിട്ടുള്ള ഗുരു 2 ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ സാമ്പത്തികമായിട്ട് ഉള്ള സ്ഥിതി മെച്ചപ്പെടുന്നതിന് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. പ്രത്യേകിച്ച് 2 ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ്. ധനനേട്ടം ഉണ്ടാകും. പൊതുവെ നമ്മുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിനുള്ള സാമ്പത്തിക മാർഗങ്ങൾ ഈ സമയത്ത് അവർക്ക് വന്നു ചേരും. 12 ചൊവ്വയും കേതുവും യോഗം ചെയ്യുന്ന സമയമാണ്.
അതുകൊണ്ടും അതുപോലെ 12ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അവസാന പകുതി 11ലേക്ക് രാശി മാറുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് സഹോദരങ്ങൾ മുഖാന്തരം ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. അവർ മുഖാന്തരം എന്തെങ്കിലും ട്രബിൾസ്, അതുപോലെ അത് മുഖാന്തരം ധനസ്ഥിതി ഫ്ലക്ച്വേറ്റ് ചെയ്യാനുള്ള സാധ്യത അതും കാണുന്നുണ്ട്. അപ്പോൾ അനാവശ്യ ചെലവ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ചതി, വഞ്ചന ഇവയിൽ വീഴാതെ നോക്കണം. അതുവഴി ധനം നഷ്ടപ്പെടാതിരിക്കാനും ഈ കുറുകാർ ജൂലൈ മാസത്തിൽ ശ്രദ്ധിക്കണം. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. 7ാം ഭാവാധിപൻ ഗുരുവാണ്. ആ ഗുരു 10ലാണ് എങ്കിലും 12ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനുമായിട്ട് ആ ഗുരുവിന് ബന്ധം വരുന്നുണ്ട് കർമ്മസ്ഥാനത്ത്. 7ലാണെങ്കിൽ ശനി സ്ഥിതി ചെയ്യുന്നുണ്ട്. ശനി 6ാം ഭാവാധിപനും കൂടെയാണ്. അഷ്ടമ ഭാവാധിപനായിട്ടുള്ള കുജൻ്റെ ദൃഷ്ടിയും 7ലുണ്ട്. അപ്പം വിവാഹം ആലോചിക്കുന്നവർക്ക് ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്തുന്നതിൽ ചെറിയ കാലതാമസം, അല്ലെങ്കിൽ തടസ്സം, അല്ലെങ്കിൽ വിവാഹ നിശ്ചയത്തിന് കാലതാമസം, ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. മാത്രമല്ല ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യുന്നതിൽ ശ്രദ്ധയും കൊടുക്കണം. അതേസമയം 7ലെ ശനി വിവാഹത്തിന് അല്പം കാലതാമസം വരുത്തും എങ്കിലും വിവാഹത്തിന് ആ ശനി തടസ്സം ചെയ്യില്ല എന്നും കൂടെ മനസ്സിലാക്കുക. വിവാഹം ശനി നിഷേധിക്കില്ല. ശനി 6ാം ഭാവാധിപനായി 7ൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ചിലർക്ക് അവരുടെ മാതൃ സഹോദരൻ്റെയോ അല്ലെങ്കിൽ പിതൃ സഹോദരിയുടെയോ പുത്രിയുമായിട്ട് ചിലപ്പോൾ വിവാഹ ആലോചനയ്ക്ക് സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് തൊഴിലുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. അതുപോലെ പ്രണയബന്ധം നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലർക്ക് പ്രണയബന്ധം വിവാഹത്തിൽ എത്തിപ്പെടുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ഇനി ദാമ്പത്യബന്ധം സന്തോഷകരമാകണമെന്നില്ല. 7ൽ ശനി, 7ൽ കുജൻ്റെ ദൃഷ്ടി, 7ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവിന് 12ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനുമായിട്ടുള്ള ബന്ധം, ഇവയൊക്കെ വരുന്നത് കൊണ്ട് ദമ്പതിമാർക്കിടയിൽ അഭിപ്രായ ഭിന്നത, ഈഗോ ക്ലാഷസ്, അവർക്കിടയിൽ ടെൻഷൻ, ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. ചിലർക്ക് ജീവിത പങ്കാളിയുടെ നിയന്ത്രണം കൂടുന്ന സമയമാകും. അത് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ അവർക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദാമ്പത്യബന്ധത്തിൽ അല്പം ക്ഷമയും സംയമനവും അല്പം പക്വതയൊക്കെ ഉണ്ടാകേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ചിലർക്ക് എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദത്തിലും ഒരു കരുതൽ വേണ്ടുന്ന സമയമാണ്. ഇനി കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് 2ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. 4ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 4ൽ ദൃഷ്ടി ചെയ്യുന്നു. ആ ഗുരു 2ലും ദൃഷ്ടി ചെയ്യുന്നു. അത് കുടുംബജീവിതം മെച്ചപ്പെടുത്തുന്നതിന്, സന്തോഷകരമാക്കുന്നതിന്, സമാധാനപരമാക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ്. എങ്കിലും 12ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതി ആ 4ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ കുടുംബത്തിൽ ചെറിയ മൈനർ ഇഷ്യൂസൊക്കെ കുടുംബത്തിൽ ഉണ്ടായെന്നും കൂടെ വരാം. അപ്പോൾ അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കി വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു സമീപനം ഇവരുടെ ഭാഗത്ത് ഉണ്ടാകണം. അമിത ചിന്തകളൊക്കെ ഒഴിവാക്കണം. നമ്മൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ നമ്മൾ മുഖാന്തരം ഉണ്ടാകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു പോകുന്നവർക്ക് കുടുംബജീവിതം പൊതുവെ സന്തോഷകരമാകും. കുടുംബത്തിൽ ചിലർക്ക് സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ വീടോ വാഹനമോ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ആ 4ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 4ലേക്ക് തന്നെ ദൃഷ്ടി ചെയ്യുന്നതും 2ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നതും പൊതുവെ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ നിവർത്തിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട്. ജൂലൈ 1, 14, 15, 18, 19, 27, 28 ഈ ദിവസങ്ങൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം, ഈ ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല. പൊതുവെ ഈ ദിവസങ്ങളിൽ ഗുണാനുഭവം കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ കഴിവതും
നമ്മൾ ശുഭകർമ്മങ്ങൾ നടത്താതിരിക്കുക. അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങളിൽ അത് ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം കന്നിക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാരുടെയും കന്നി ലഗ്നം വന്നിട്ടുള്ളവരുടെയും ഒരു പൊതുഫലമാണ്. ഇപ്പോൾ കന്നി ലഗ്നം എന്ന് പറയുമ്പോൾ ഈ നക്ഷത്രത്തിൽ പെടുന്നവർ മാത്രമല്ല, ഏത് നക്ഷത്രത്തിൽ പെട്ടവരായാലും അവർ കന്നി ലഗ്നക്കാരാണെങ്കിൽ ഇതിൻ്റെ ഒരു അനുഭവം അവർക്കുണ്ടാകും. അതേസമയം കന്നിക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ചിലർക്ക് മാത്രമേ കന്നി ലഗ്നം വരികയുള്ളൂ. അപ്പോൾ കന്നിക്കൂറും കന്നി ലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് പൊതുവെ ഈ ഫലാനുഭവം തന്നെയാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഒരു വ്യത്യാസമൊന്നും അവിടെ വരാൻ സാധ്യതയില്ല. അതേസമയം ഈ കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ലഗ്നരാശികൾ വ്യത്യസ്തമാണെങ്കിൽ, ഇപ്പം കന്നി ലഗ്നമല്ല മറ്റേതെങ്കിലും രാശികളാണ് ലഗ്നമായിട്ട് വരുന്നതെങ്കിൽ അവർ ആ ലഗ്നരാശി ഏതാണോ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാൽ മാത്രമേ അവർക്ക് ഈ ജൂലൈ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിലാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം അത് ഏത് ഗ്രഹങ്ങളുടേതാണ്. ആ ഗ്രഹങ്ങളെല്ലാം തന്നെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നതാണോ അല്ലയോ, ഇതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.